നമുക്കൊരു വെറൈറ്റി ഉടച്ചേറി ആയാലോ. കപ്പയ്ക്കയും നമ്മുടെ കറിക്കായും ചേർത്ത് നമ്മുടെ കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് തുവരപ്പരിപ്പും ചേർത്ത് വെള്ളവും വെള്ളവും ഓയിലും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാമേ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള അരപ്പൊക്കെ അരച്ചെടുത്താലോ. തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് പരുവം വരെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അരകല്ലാട്ടോ ഉപയോഗിക്കുന്നത്, ഒരു വെറൈറ്റി അല്ലേ. അതിനുശേഷം ഉരുള ഉരുട്ടി എടുത്തേട്ടോ. പക്ഷെ ഉരുള ഉരുട്ടിയതും ദാ പോയി. അതിനുശേഷം നമുക്ക് ഇനി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി നല്ല ബ്രൗൺ കളറാകുമ്പോൾ ആവശ്യത്തിന് എരിക്കുള്ള മുളക് പൊടിയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. അതിൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. തിളച്ച് നമ്മുടെ കറി സൂപ്പർ.